കുറവ് വരുന്നത് ഇതിലാക്കാം. എന്താ വെച്ചാൽ ചെറിയ ഓട്ടാണുള്ളത്. പക്ഷേ ഇവിടെ പൈപ്പ് ലൈൻ ഇപ്പം ഇന്ന് തുറന്നിക്കണ്. ഇന്ന് തുറന്നതിനെ കൊണ്ടാണ് ആ പൊക്കളിടുന്നത്. ഇന്ന് തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെ ലൈനിലൊന്നും വെള്ളം ഉണ്ടാവില്ല. ഇവിടെ ലൈനിൽ വെള്ളമില്ലാതായിട്ട് ഒരു 3 മാസമായി. ഇപ്പം ഇന്ന് രാവിലെ അവർ തുറന്നിക്കണം. ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് പരാതി കൊടുത്തിക്കണ്. എവിടെ? കോഴിക്കോട് ഓഫീസിൽ പോയിട്ട് ജല അതോറിറ്റി ഉണ്ട്. 3 മാസമായി ഇവിടെ ഈ പൈപ്പ് പൊട്ടിയിട്ട്. ഞങ്ങൾ പൈപ്പിന് പണിയെടുക്കുന്ന ആളെയൊക്കെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ കോല് ചോദിച്ചറിഞ്ഞ് പോയിക്കാന്നല്ലാതെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല. ഒരാഴ്ച ഇവിടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് പോയി. അതിപ്പോൾ 2 മാസം ആയാലാണ് ഫോട്ടോ എടുത്ത് പോയത്. ഫോട്ടോ എടുത്ത് പോയിട്ടിപ്പോൾ ഒരു മാസത്തിന് മേലെയായി. എന്നിട്ട് അതിലും ഒരു പരിഹാരം ഉണ്ടായില്ല. വേനൽക്ക് ഇവിടെ അങ്ങനെ വെള്ളം നിൽക്കുകയില്ല. വെള്ളം നിന്ന് വണ്ടി പോണതിനനുസരിച്ച് റോഡൊക്കെ ഇങ്ങനെ പൊളിയാണ്. അവിടെ വരെ ഇപ്പം കുയ്യായത് വേനൽക്ക് ഇവിടെ വെള്ളം നിന്ന കാരണമാണ്. അടുപ്പോൾ റോഡിൽ പോകാനും കൊതല്ല, ഒരു പീടികയിലേക്ക് കൂടി പോകാൻ കൊതല്ല. വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേന് മൊത്തം എല്ലാവരും ചളിക്കകത്ത് കൊയ്യ. പറഞ്ഞിട്ട് ആർക്കും ഇല്ല ഒരു ഇതും. ഇവിടെയുള്ള ജനങ്ങൾ കുടുങ്ങിപ്പോൾ പോകുന്ന റോഡാണ് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരന് ഏറ്റവും കൂടുതലായിട്ട് യാത്ര പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പ് പൊട്ടി കഴിഞ്ഞിട്ട് 3 മാസത്തോളമായിട്ട് നന്നാക്കാൻ കുറേ അധികാരികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇതിനൊരു ഞാൻ ഇവിടുത്തെ ഈ വാർഡിൻ്റെ ADS ആണ്, മെമ്പറടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ നടപടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കാൻ ഞാൻ ചെറിയ കുട്ടികൾക്കും യാത്രക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് എടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടി വെക്കണം. കാരണം വീട്ടിലേക്ക് വരെ മുറ്റത്തേക്ക് വരെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് വണ്ടി കൊണ്ടുപോകാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നല്ല വേനലിലും നല്ല പൊരി വെയിലിറങ്ങുന്ന സമയത്ത്. പൈപ്പ് പൊട്ടിയിട്ട് 3 മാസമായി. ഇന്നത്തെ വെള്ളത്തിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വെള്ളം അപ്പുറത്ത് എത്തിനും ആൾ പോകുമ്പോൾ മേലേക്ക് പൊട്ടിയിട്ട് 3 മാസത്തോളമായി. ഞാനും കുറേ വിളിച്ചതാണ്. കണക്ഷൻ പൊട്ടിയിട്ടുണ്ട് നന്നാക്കാനും മെമ്പറെ വിളിച്ച്, എന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടെ കൊലയിൽ ഇരിക്കാൻ കഴിയില്ല. വണ്ടിയൊക്കെ പോകുമ്പോൾ കൊലയിലേക്കും വാതിലിൻ്റെ മുകളിലേക്കൊക്കെയാണ് ചളി തെറിക്കുന്നത്. അപ്പോൾ വെള്ളം ഇപ്പോൾ മഴയും കൂടി ആയതിനെക്കൊണ്ട് നല്ല വെള്ളമാണ്. പൈപ്പ് വെള്ളം കണക്ഷൻ കൊണ്ട് കിട്ടണില്ല. വെള്ളം കുറവാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പൊട്ടിയിട്ട് യാതൊരു ഇതുമില്ല. ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് പൈസ അടയ്ക്കുന്നുണ്ട്. മാസത്തിൽ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ബാധ്യസ്ഥരാണ്. 30 ദിവസം വെള്ളം കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതൊരു ശരിക്കുള്ള നിയമമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ആ നിയമം പറയണതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബില്ലടയ്ക്കുന്നുണ്ട്. കൃത്യമായിട്ട് ബില്ലടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നിങ്ങായിട്ട് ലൈന് കട്ട് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കൂടുതൽ പലിശ വാങ്ങും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ആ പൈപ്പ് പൊട്ടി നന്നാക്കി എത്രയും പെട്ടെന്ന് നന്നാക്കി ഇങ്ങായിട്ട് കുടിവെള്ളം തരേണ്ടത് ആരെ ബാധ്യതയാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ബാധ്യതയാണ്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഇവിടെ മുഖ്യമന്ത്രിക്ക് അതിന് പങ്കുണ്ട്. ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് അതിന് പങ്കുണ്ട്. പ്രധാനമന്ത്രിൻ്റെതാണ് ഇതെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് അതിൽ പങ്കുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ലല്ലോ, ഇവിടുത്തെ മന്ത്രിമാർക്ക് ഇതിന് പങ്കില്ലേ? 30 ദിവസം നിങ്ങൾ എന്താക്കണോ? സാധാരണ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ എന്താക്കണോ? നിങ്ങൾ ആ പണം അടയ്ക്കുന്നതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ കൊടുക്കണോ? നിങ്ങൾ വെള്ളം റീഡിങ് എടുത്തുകഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ അങ്ങനെ വേണ്ടി പോകും. റീഡിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. ചില ആൾക്കാർക്ക് ബില്ല് കൂടുതലുണ്ടാവും, ചില ആൾക്കാർക്ക് ബില്ല് കുറവുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും, സംഭവിക്കും. ഇല്ലാതൊന്നും ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ 30 ദിവസം ലൈനിൽ വെള്ളം കൊടുക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ്. അതാണ് ഇവിടുത്തെ നിയമം. സുഹൃത്തുക്കളെ, ഇത് കുറുങ്ങോട്ടുമല റോഡാണ്. ഈ റോഡിൽ ജപ്പാൻ വെള്ള കുടിവെള്ള പദ്ധതി പൊട്ടിയിട്ട് പൈപ്പ് പൊട്ടിയിട്ടാണ് ഈ വെള്ളം ഇതിൽ ഒഴുകി പോണത്. കാരണം ഇത് മഴവെള്ളമല്ല ഈ പോണത്, ജപ്പാൻ്റെ പൈപ്പ് ചെറിയ മട്ടത്തിൽ ഒഴുകിയിട്ട് ഇപ്പം ഇന്ന് രാവിലെ പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട്. ഇന്നലെ പൈപ്പ് തുറന്നിട്ടില്ലല്ലോ. മെയിൻ പൈപ്പ് പൂട്ടി ഇന്നലെ മഞ്ഞന്നൊക്കെ ആയിട്ട് പൂട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൈപ്പ് തുറന്നിട്ട വെള്ളമാണ്. ഇപ്പോൾ മഴ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴവെള്ളമൊന്നുമില്ല. അപ്പോൾ മഴവെള്ളമല്ല പോണത്. ഈ ഒലിച്ച് പോണ വെള്ളം ജപ്പാൻ വെള്ളമാണ് ഈ ഒലിച്ച് പോണത്. അതുകൊണ്ട് ഇത് പരമാവധി ഈ വീഡിയോ ജനങ്ങളെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക, പരമാവധി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് മാത്രമല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നമ്പർ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ
നമ്മളെ കോഴിക്കോട് വാട്ടർ അതോറിറ്റിൻ്റെ എഞ്ചിനീയർമാരെ നമ്പർ ഞാൻ ഇതിൽ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. ആ പബ്ലിസിറ്റി ചെയ്യുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ഈ കുറുങ്ങോട്ടുമൽ പ്രദേശത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾക്ക്, അല്ല കേരളത്തിലുള്ള ജില്ലയിലുള്ള ആളുകൾക്ക് എവിടെ നിന്ന് വിളിക്കുകയാണെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ അവർ ഫോൺ എടുക്കും. അവർക്ക് ഫോൺ നമ്പർ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന സ്ഥലത്താണ് നിങ്ങൾ പൈപ്പ് പൊട്ടിയത്, ഇന്ന റൂട്ടിലാണ് പൈപ്പ് പൊട്ടിയത്. വിളിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പൈപ്പ് പൊട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പരിപൂർണമായിട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ ഞങ്ങൾ പിന്നെ ഓലെ രണ്ടാളെ നമ്പർ ഞാനിതിൽ പിന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, അത് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഇത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ട സംഭവമാണ്, ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ട സംഭവമാണ്. എനിക്ക് ഒരൊറ്റക്കൊരാളെ ഇതല്ല, ഞാൻ 3 ദിവസം 4 ദിവസമായി ഇതിൻ്റെ പിന്നിൽ ഈ പ്രദേശത്ത് നടന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ഒപ്പ് ശേഖരണം നടത്തിയിട്ടാണ് ഞാൻ എഞ്ചിനീയറെ പിന്നെ എടുത്ത് പോയിങ്ങായിട്ട് ഇന്നലെ ഞാൻ പോയിങ്ങായിട്ട് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നമ്പർ തന്നിട്ടുണ്ട് വിളിക്കാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പൈപ്പ് പൊട്ടിയ സകല സ്ഥലത്തും എവിടേക്കാണോ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് അവിടേക്ക് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണം. അതാണ് ജനങ്ങളെ ആവശ്യം, എൻ്റെ ആവശ്യം മാത്രമല്ല. ഈ പൈപ്പിലെ വെള്ളം കുടിക്കുന്ന വെള്ളമാണ്, അത് പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊഴിവാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണാധികാരികളും തയ്യാറാണെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്.